സുധിയുടെ കാമുകി എന്ന പരിവേഷം നൽകി ഒരു ജീവിതം മോഹിച്ചായിരിക്കും അവൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ എന്നെ കണ്ടെത്തി കഴിയുമ്പോഴും വലിയൊരു ചതിയെപ്പറ്റി നിരഞ്ജന മനസ്സിലാക്കുന്നത്. എന്നോടൊരു വാക്ക് സംസാരിക്കാൻ പോലും നിൽക്കാതെ നിരഞ്ജന പോവും. പിന്നീട് അവൾ സുധിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിരഞ്ജന പോകുന്നത് എന്റെ കുഞ്ഞിനെയും കൊണ്ടായിരിക്കും. മോൾക്കറിയാലോ, ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുത്തത് അവൻ സുധിക്കൊപ്പം വളരുമെന്നുള്ള വിശ്വാസത്തില. നിരഞ്ജന കുഞ്ഞിനെ കൊണ്ട് പോയ സുധി എതിർത്തൊരു വാക്ക് പറയില്ല. എന്നിലേക്ക് അടുക്കാനൊരു അവസരമായി സുധി അത് കാണും. സുധിക്കൊപ്പം ഒരു ജീവിതം ഉണ്ടാവില്ലെന്നിരിക്കെ എന്റെ കുഞ്ഞിനെ ഞാൻ മറ്റൊരു സ്ത്രീക്ക് വിട്ടുകൊടുക്കണം. അതിനു വേണ്ടിയാണോ മോള് ഈ വേദനയും യാതനയും സഹിച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചത്? ഇപ്പോഴും മനസ്സൊരുക്കി ഞാൻ കരഞ്ഞു തീർക്കുന്നത്. നിങ്ങളെന്താ ഇവിടെ താമസം മാറുകയാണോ? ഇല്ല നന്ദിത, ഇവിടെ വിട്ട് പോകാനല്ലെങ്കിൽ പിന്നെന്തിനാ നിരഞ്ജന ഏറ്റെടുത്ത കേസുകളൊക്കെ എന്നെ ഏൽപ്പിക്കുന്നത്? വളരെ താല്പര്യത്തോടാണല്ലോ നിരഞ്ജന ഇവിടെ പ്രാക്ടീസ് തുടങ്ങിയത്. അത് പിന്നെ കുഞ്ഞിനെ നോക്കുന്നത് തന്നെ ഒരാളുടെ ജോലിയാ. അതിനിടയ്ക്ക് വീട്ടുകാര്യങ്ങൾ കൂടി നോക്കാൻ ആച്ചമ്മയെ കൊണ്ട് പറ്റില്ല. അവരൊരു ജോലിക്കാരിയൊന്നുമല്ലല്ലോ. അതൊന്നുമല്ല കാര്യമെന്ന് എനിക്കറിയാം. നിരഞ്ജനയുടെ മനസ്സ് ഒട്ടും ശാന്തമല്ല. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാനാ നിരഞ്ജന ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അലസത നിരഞ്ജനയുടെ ജീവിതത്തെ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ സുധിയും നിരഞ്ജനയും തമ്മിൽ ഒരുപാട് ദൂരത്തിലാണ്. നിരഞ്ജന എന്നോട് പറഞ്ഞതെല്ലാം കളവായിരുന്നെന്ന് എനിക്ക് അന്നേ തോന്നി. പഴയ കാമുകി എവിടെയുണ്ടെന്ന് സുധിക്കറിയാം. നിരഞ്ജനയ്ക്കും അതറിയാം. ആ ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുവാണല്ലേ? നന്ദിത, അത് അവളെ എവിടെയുണ്ടെന്ന് സുധി ഇതിനോടകം അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ടെൻഷനില്ല ഇപ്പൊ എന്റെ മനസ്സ്. വെറുതെ ടെൻഷൻ അടിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. ഒരു കുഞ്ഞുള്ളത് തോൽവിയായി നിരഞ്ജന കാണരുത്. അനുഭവം കൊണ്ട് പറയാ ഞാൻ. ജീവിതത്തില് ശക്തമായി പ്രതികരിക്കേണ്ട സമയം ഇത്. ഇനിയും നിരഞ്ജന മൗനം പാലിക്കാൻ പാടില്ല. സുധിക്കൊപ്പം ജീവിക്കാനാണ് നിരഞ്ജന ആഗ്രഹിക്കുന്നതെങ്കിൽ പഴയ ബന്ധത്തിൽ നിന്ന് സുധി പുറത്തു കൊണ്ടുവരണം. അതിന് വീട്ടുകാരുടെ സപ്പോർട്ടും നിരഞ്ജനയ്ക്ക് ഉണ്ടാവണം. ഇനി അതല്ല, ആത്മാഭിമാനം പണയം വെക്കാൻ കഴിയില്ലെങ്കിൽ കുഞ്ഞിനെ എടുത്ത് നിരഞ്ജന ഇവിടെ നിന്ന് ഇറങ്ങണം. ഒരു കുഞ്ഞ് ജീവിതത്തിൽ ബാധ്യതയൊന്നുമല്ല. അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഒരു പുരുഷന്റെ തണൽ ആവശ്യവുമില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഞാൻ കാണുന്ന സൊല്യൂഷൻ അത് ഡിവോഴ്സാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടത് ആ പഴയ അർച്ചനയല്ല സുധി. അവളെ ചതിച്ചതിന്റെ ദേഷ്യവും സങ്കടമൊക്കെ മനസ്സിലുണ്ടാവുന്ന പേടിച്ചിട്ടാ ഞാൻ മുന്നിലേക്ക് ചെന്നത്. എന്നാൽ അവൾ അതൊന്നും പ്രകടിപ്പിച്ചില്ല. എല്ലാം മറന്നു കളഞ്ഞ മട്ടില്ല അവൾ എന്നെ നേരിട്ടത്. സുധിയുടെ കസിനല്ലേ, എന്താ ഇവിടെ എന്ന ആദ്യത്തെ ചോദ്യം. ഒരു ഭാവവ്യത്യാസവും അവളുടെ മുഖത്ത് കണ്ടില്ല. കൂളായി സംസാരിച്ചു. സുധിയുടെ വിവാഹവും അതിലൊരു കുഞ്ഞുള്ളതൊക്കെ അവക്കറിയാം. ഒരുപക്ഷെ അങ്കിള് പറഞ്ഞ അറിവുമാവാം. സുധിയുടെ വിവാഹ പരസ്യം പത്രത്തിൽ കണ്ടത്രേ. ഞാൻ ചെയ്ത തെറ്റ് പറഞ്ഞു തുടങ്ങിയപ്പോഴേ അവള് വിലക്കി. കേൾക്കാൻ പോലും അവള് താല്പര്യം കാണിച്ചില്ല.
എന്റെ കുഞ്ഞിനെന്ത് പറ്റിയെന്ന് പറയടാ. കുഞ്ഞിനെ അബോട്ട് ചെയ്തെന്ന് അർച്ചന പറയുന്നേ. നിനക്ക് വേണമെങ്കിൽ അവളെ കാണാൻ പോവാം. പക്ഷേ നിന്നെ അവൾ അവഗണിച്ചുകളെ. എന്നെ എങ്ങനെ അവൾ അവഗണിക്കൂടാ? അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ ഞാൻ. ഇത് അവളോട് പറയാൻ നിനക്ക് പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? മറുചോദ്യം അവളിൽ നിന്നുണ്ടാവും. എന്നിട്ടെന്തേ സ്തുതി 4 ആളിന്റെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണിനെ കൂടി താലി കെട്ടിയെന്ന് ചോദിക്കും. ഉത്തരവുണ്ടോ നിന്റെ കയ്യിൽ? ഞാനിത് ഊഹിച്ചു പറഞ്ഞതല്ല, അർച്ചനയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയതാ. നീ അവളെ കാണരുതെന്ന് ഞാൻ പറയില്ല, നീ അത് ആഗ്രഹിച്ചതാണല്ലോ. പക്ഷേ അതൊരു സൗഹൃദ സന്ദർശനത്തിൽ കവിഞ്ഞ് മറ്റൊന്നും ആവില്ല. ഭാര്യയെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവളെ സ്വീകരിക്കാൻ നീ ചെന്നതെന്ന് പറഞ്ഞാൽ അർച്ചന പരിഹസിക്കുക തന്നെ ചെയ്യും. പെണ്ണിന് നീ കൽപ്പിക്കുന്ന വില എന്താണെന്ന് അവൾ ചോദിക്കും. ഒരിക്കൽ അർച്ചന, പിന്നെ മറ്റൊരു പെണ്ണ്. അവളെ മടുത്തപ്പോ വീണ്ടും അർച്ചന. നിനക്കെന്തു ആവാം, നിന്നെ തടയാൻ എനിക്കെന്നല്ല ആർക്കും കഴിയില്ലെന്നും അറിയാം. നീ ചെല്ലടാ, എന്നിട്ട് ഇപ്പോഴും അവളെയും മനസ്സിൽ കൊണ്ടു ഇറക്കാണെന്ന് പറ. അന്നേരമേ നീ അറിയും അർച്ചന ഇപ്പൊ എന്താണെന്ന്, ആരാണെന്ന്. നീ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന പഴയ അർച്ചന അല്ല അവൾ. നിന്നെപ്പോലെ ഒരു സങ്കല്പ ലോകത്തിലല്ല അവൾ ജീവിക്കുന്നത്. അവളെക്കുറിച്ചൊന്നും അറിയാതല്ല നിന്റെ അച്ഛൻ അവളെ വിട്ടുകളഞ്ഞത്. അവളുടെ മുന്നിൽ നിന്റെ അച്ഛന് പോലും മറുപടി ഇല്ലാതായി കാണും. എനിക്കൊന്നും ഇനി കേൾക്കണ്ടടാ. ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുധിയുടെ കസിനാണ് ശബരി. ഞാൻ എവിടെയാണെന്ന് അറിയാനുള്ള അന്വേഷണത്തിലായിരുന്നു അവർ. ഞാനെഴുതിയ ബാങ്ക് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ടാ ശബരി എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. ശബരി ആ വിവരം ചെന്ന് സുധിയോട് പറഞ്ഞാൽ ഏത് നിമിഷവും സുധി ഇവിടെ വരും. ഇപ്പോ അർച്ചന ഒരു പൊസിഷനിലെത്തി. ഇനി അയാൾ വന്ന അർച്ചനയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂ? അർച്ചന ചെയ്യുന്നത് ശരിക്കും അയാളോടുള്ള ദ്രോഹമല്ലേ? എന്ത് ദ്രോഹം? ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ സുധി അനുഭവിച്ചിട്ടില്ലേ? സുധിയിൽ നിന്നും പൂർണ്ണമായും അകന്നു പോയവളാ ഞാൻ. സുധിയുടെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിലങ്ങുതടിയായിട്ടില്ല. സുധിക്കെന്താ ജോലി? ബാങ്ക് എംപ്ലോയി തന്നെയാ. നമ്മുടെ ബാങ്കിന്റെ വേറെ ഏതോ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. ഇത്രയും കാലം അർച്ചനയ്ക്ക് വേണ്ടി അയാൾ കാത്തിരുന്നതല്ലേ? അറിഞ്ഞിടത്തോളം അർച്ചനയെ തേടി അയാൾ നടക്കാത്ത സ്ഥലങ്ങളുമില്ല. ഇതുവരെയും അർച്ചന മറ്റൊരു വിവാഹത്തിന് തയ്യാറാവാത്ത സ്ഥിതിക്ക് നിങ്ങൾ രണ്ടാളും തന്നെ ഒരുമിച്ച് ചേരേണ്ടത്. അങ്ങനൊരു ജീവിതമല്ലേ നല്ലത്? ഇല്ല സർ, ഇനി സുധിയുടെ കൂടെ ഒരു തിരിച്ചുപോക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അർച്ചന വരും മുമ്പേ ആശുപത്രിയിൽ നിങ്ങളിങ്ങ് പോന്നോ? ആ, ഞങ്ങൾ വൈകിട്ട് തിരിച്ചു പോകും. അമ്പിളി 2 ദിവസം കൂടെ ആശുപത്രി നിൽക്കട്ടെ. പിന്നെ അർച്ചന രായപ്പേട്ടനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്താണ് കാർത്തേനി? അത് പിന്നെ അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നും അല്ല. അർച്ചന ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് ശ്രുതിക്കറിയാം. നിനക്കതെങ്ങനെ അറിയാം? അർച്ചന എന്തെങ്കിലും പറഞ്ഞോ? ശ്രുതിയുടെ ബന്ധത്തിൽപ്പെട്ട ശബരി എന്നൊരാൾ അർച്ചനെ അന്വേഷിച്ച് ഇവിടെ വന്നു. അതാരാ? ആ വക്കീൽ നടരാജന്റെ മോനാ. അപ്പോ അർച്ചന ഇവിടെ ഉണ്ടെന്ന് ആ SP അറിഞ്ഞു കാണും. ശ്രുതി പറഞ്ഞു വിട്ടിട്ട് അവനിവിടെ വന്നത്. അർച്ചന ഇപ്പൊ ആകെ തകർന്ന മട്ടില്ല. എപ്പോ വേണേലും ശ്രുതി ഇങ്ങോട്ട് കയറി വരുമെന്ന് അവള് പേടിക്കുന്നത്. കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ മട്ടിലാണല്ലോ ശമ്പളെ. ഇനി ആ SP അടങ്ങിയിരിക്കില്ല. കുറെ കാലം കൊണ്ട് ആ SPയെ കൊണ്ടൊരു ശല്യമില്ലായിരുന്നു. ഇനി എന്റെ കുഞ്ഞിനവ സമാധാനം കൊടുക്കില്ല. രായപ്പേട്ടൻ ഇതൊരു അവസരമായിട്ട് കാണണം. നീ എന്താടി പറഞ്ഞു വരുന്നേ?
സുധിയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അർച്ചനയുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. ആ, നീ എന്താണെന്ന് വെച്ച കാര്യം പറ. അവളുടെ കല്യാണം. ഈ സമയത്ത് നമ്മൾ ശ്രമിച്ചാൽ അർച്ചനയും രാജീവനും തമ്മിലുള്ള കല്യാണം നടക്കും. കാർത്തിയാനി പറഞ്ഞതിലും കാര്യമുണ്ട്. അർച്ചന ഒരു വിവാഹത്തിന് തയ്യാറായ എല്ലാത്തിനും ഒരു പരിഹാരമാകും. അവൾ അതിന് സമ്മതിക്കോടി? ഇതുവരെയും സുധി അർച്ചനെ നേരിൽ കാണാൻ വന്നിട്ടില്ല. സുധി വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാ അർച്ചന പറഞ്ഞത്. അത് മുതലെടുത്ത് വേണം അവളെ നമുക്കൊരു വിവാഹത്തിൽ കൊണ്ടെത്തിക്കാൻ. ഒരാലോചന വന്ന് നിൽക്കുമ്പോൾ അർച്ചനയ്ക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. വിവാഹത്തിന് അവൾ സമ്മതിക്കും. നീ വേണം അവളെ അതിന് പ്രേരിപ്പിക്കാൻ. ഞാനത് തുടങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ലതിനാണെന്ന് രായപ്പഞ്ചേട്ടൻ വിശ്വസിക്കണം. അർച്ചനയുടെയും രാജീവിന്റെയും വിവാഹം നമ്മൾ നടത്തും. ശ്യാമളേച്ചി ഇങ്ങോട്ട് വന്നേ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിക്കാം ഹേമ. ഓ, എന്നാ ശരി. നിരഞ്ജന ജയന്തിയെ വിളിച്ചോ? ഇല്ല, ഇതുവരെ അവള് വിളിച്ചില്ല. ശബരി സുധിയോടത് പറഞ്ഞെങ്കിൽ അവൻ ആദ്യം പറയുന്നത് നിരഞ്ജനയോടായിരിക്കും. അപ്പോ ശബരി പറഞ്ഞിട്ടില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, അല്ലേ? ആ വിശ്വാസം അധിക കാലമൊന്നും നീണ്ടു നിൽക്കില്ല. ശബരി സുധിയോട് പറയുക തന്നെ ചെയ്യും. ശബരിക്ക് എന്തു മാറ്റം വന്നെന്നാ വിശ്വേട്ടനും ഏട്ടനും പറയുന്നേ? കുറ്റബോധം തലയ്ക്ക് പിടിച്ച് അവൻ കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങൾ മറന്നോ? നാട് വിട്ടുപോയവൻ മടങ്ങി വന്നത് തന്നെ അർച്ചനയെ കണ്ടെത്തി സുധിയുടെ മുന്നിൽ എത്തിക്കാനാ. അവനത് ചെയ്യും. ഞാനിപ്പോ അത്ഭുതപ്പെടുന്നത് അതൊന്നുമല്ല. സ്വന്തം കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാനുള്ള ആഗ്രഹം അർച്ചനയ്ക്കുണ്ടാവില്ലേ? അവൾ എത്ര നാളായി മോനെ ഒന്ന് കണ്ടിട്ട്. പ്രസവിച്ച് ഉപേക്ഷിക്കുക മാത്രമല്ല അവള് ചെയ്തത്. 6-7 മാസം ഒരു വീട്ടുവേലക്കാരിയായിട്ടാണെങ്കിലും സ്വന്തം കുഞ്ഞിനോടൊപ്പം കഴിഞ്ഞതാ. പെട്ടെന്നൊരു ദിവസം കുഞ്ഞിനെ വിട്ടുപോകേണ്ടിയും വന്നു. അവൾ ആ വേദനകളൊക്കെ മനസ്സിലടക്കി വെക്കുന്നുണ്ടാവും. ഏതൊരമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്തത്? അർച്ചനയുടെ സഹനശക്തി വേറൊരു പെണ്ണിനും ഉണ്ടാവില്ല. സുധിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു? ആ സ്ഥാനത്ത് അവള് സ്വന്തം കുഞ്ഞിനെ നമുക്ക് വിട്ടുതന്നു. എന്റെ വിശ്വാസം അർച്ചന ഇനിയൊരു വിവാഹ ജീവിതത്തിന് തയ്യാറാവില്ലെന്ന് തന്നെയാ. ഇപ്പൊ അവള് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായിരിക്കുന്നു. ഇനിയുള്ള അവളുടെ ജീവിതം തനിച്ചാണ്. ഇങ്ങനൊരു പരിതസ്ഥിതി ജീവിക്കുമ്പോ ആരാ വിശ്വട്ട സ്വന്തം കുഞ്ഞിനെ ആവശ്യപ്പെടാത്തത്? ഞാനും ഒരു സ്ത്രീയാ. അർച്ചനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മറ്റൊരു സ്ത്രീക്ക് വളർത്താൻ ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ലായിരുന്നു. നിരഞ്ജനയ്ക്ക് ഇനിയും അമ്മയാവാം. അർച്ചന അവളോട് സഹതാപം കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം. പക്ഷേ സ്വന്തം വേദനകൾ ഉള്ളിലടക്കിയുള്ള ഈ ജീവിതം സ്വയം എരിഞ്ഞടങ്ങലാണ്. ഇതൊക്കെ കണ്ടും കേട്ടും സ്വാർത്ഥരായി ജീവിക്കാനാ നമ്മുടെ യോഗം. ജോലി കിട്ടി കുറച്ചു കാലമല്ലേ ആയിട്ടുള്ളൂ. ഇനിയും കാലം എത്ര കിടക്കുന്നു? ആ, ഇതിനിടയിൽ അവൾക്കൊരു ജീവിതം ഉണ്ടാവും. ആ പ്രതീക്ഷ വേണ്ട വിശ്വട്ട. കുഞ്ഞുമായി സുധിയും നിരഞ്ജന ഇവിടെയാണ് ജീവിച്ചിരുന്നെങ്കിൽ അർച്ചനയ്ക്ക് കുഞ്ഞിനെ കാണാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തേനെ. അത്രയെങ്കിലും അവളോട് ചെയ്യണമായിരുന്നു. പക്ഷെ വിധി നമ്മളെ അതിനും അനുവദിക്കുന്നില്ല. അങ്കിൾ വരൂ. ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് അങ്കിൾ ഒരു സൂചന പോലും തന്നില്ലല്ലോ. വന്നപ്പോ ആന്റിയെ കൂടി കൊണ്ടുവരായിരുന്നു.
ഒരു കേസിന്റെ ആവശ്യമായിട്ട് ഹൈക്കോർട്ട് വരെ വരേണ്ടി വന്നു. ഓ കൂട്ടത്തിൽ മോളെയും കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. സുതി വന്നില്ലേ മോളെ? സുധി ഇങ്ങെത്തിയിട്ടില്ല. അവൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. സുധിക്ക് വരാൻ അങ്ങനെ കൃത്യമായ സമയമൊന്നുമില്ല. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും, അത്ര തന്നെ. എന്തായാലും അങ്കിളിന് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. പിന്നെ ശബരി ഇവിടെ ഇൻഫോസിസിൽ ജോലിക്ക് കയറിയെന്നറിഞ്ഞു. പക്ഷേ ഇങ്ങോട്ടൊന്ന് വരാൻ മനസ്സ് കാണിച്ചില്ല. വരാത്തതിന്റെ കാരണവും എനിക്കറിയാം. ശബരിക്ക് ഇവിടെ വന്ന് എന്നെ ഫേസ് ചെയ്യാൻ കഴിയില്ല. എന്നെയും കുഞ്ഞിനെ അനാഥരാക്കാൻ ഓടി നടക്കുകയല്ലേ ശബരി. അതൊക്കെ മോളുടെ വെറും തോന്നല. മോളും സുതി ഒന്നിച്ച് ജീവിക്കണം തന്നെയാ അവന്റെ ആഗ്രഹം. ഇതൊരാശ്വാസവാക്ക്, അതിനപ്പുറം ഒന്നുമില്ല. അങ്കിളിനും അതറിയാം. അർച്ചനയെ തേടിയുള്ള ഓട്ടത്തിലെ ഇപ്പൊ ശബരി. സുധിക്ക് വേണ്ടി വലിയൊരു കടമ പോലെ ശബരി അത് ഏറ്റെടുത്തിരിക്കുകയല്ലേ. ആ അതൊക്കെ പോട്ടെ, അങ്കിളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ആ മോളെ, ആദ്യം മോനെയും കൊണ്ടുപോവാ, ഞാൻ അവനൊന്ന് കാണട്ടെ. അച്ഛമ്മേ, മോനെയും കൊണ്ടുവരൂ. അങ്കിളിരിക്കെ. മോനെ, ഇതാരാന്ന് നോക്കി. വാവേ, അറിയോ നീ? വക്കീലിന് ഈ വഴിയൊക്കെ അറിയോ? ഇവരുടെ കല്യാണത്തിന് ശേഷം വക്കീലിനെ കണ്ടിട്ടേ ഇല്ലല്ലോ. വലിയ ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിവിടെ വന്നത് പിന്നെ വിശ്വനാഥനും ജയന്തി അല്ലാതെ സുധിയുടെ ബന്ധുക്കളെന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ തിരക്കുകളല്ലേ. തിരക്കില്ലാത്തത് ആർക്കാ വക്കീലേ? വേണോന്ന് തോന്നിയാ വരാം. ഓഹോ, നിരഞ്ജനയുടെ കാര്യത്തിൽ സുധിയുടെ ബന്ധുക്കൾക്ക് ഒരു താല്പര്യവും ഇല്ല. എന്നാ ആച്ചിയമ്മോട് ആരാ പറഞ്ഞേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വക്കീലിന് വല്ല വിവരമുണ്ടോ? സുധിയുടെ സ്വഭാവദൂഷ്യങ്ങളെപ്പറ്റി വല്ലതും അറിയുന്നുണ്ടോ? മോനെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ അച്ഛനും താല്പര്യം കാണിക്കുന്നില്ല. ഭർത്താവിനെ നിലയ്ക്ക് നിർത്താൻ ഭാര്യയ്ക്കും കഴിയുന്നില്ല. പിന്നെന്ത് ചെയ്യും? മതി അച്ഛമ്മ, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ മോളെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവന്റെ ബന്ധുക്കളും അറിയട്ടെ. എന്തിനൊളിച്ചു വെക്കണം? അച്ഛമ്മ മോനെയും കൊണ്ട് അകത്തേക്ക് ചെല്ലും. അങ്കിളിന് നാളെ പോയേ പോരെ? എനിക്ക് ഇന്ന് പോയേ പറ്റൂ. നാളെ തിരുവനന്തപുരത്തൊരു കേസുണ്ട്. അവൻ എപ്പോഴാ വരുന്നെന്ന് ഒരു നിശ്ചയമില്ലല്ലോ. ഞാൻ എത്ര നേരമായി വിളിക്കുന്നതാ, നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? ഞാൻ പിന്നെ ഷോർട്ട് കട്ടിലൂടെ നിന്റെ പിന്നാലെ എത്തിയത്. നീ എന്തിനാ എന്റെ പിന്നാലെ വന്നത്? സുധി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ ഇപ്പൊ അർച്ചനെ കാണാൻ പോകരുത്. നീ വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്റെ യാത്ര തടയാനായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നതേ അവളെ കാണാനാ. ഇപ്പൊ അവളെ കണ്ടെത്തിയിട്ട് കാണരുതെന്ന് വിലക്കാൻ നീ ആരാടാ? സുധി, ശബരി, നീ തിരിച്ചു പോ. എന്നെ തടയാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ല. നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാ. എന്റെ വാക്ക് മറികടന്ന് ഇപ്പൊ നീ പോകരുത്. ഞാൻ പോകുന്നത് അർച്ചനയെ കാണാനാ. സുധിയുടെ അർച്ചനയെ എന്നെ തടയാൻ ആർക്കും കഴിയില്ല. സുധി, എന്നാ ചെല്ല്. അവളുടെ നോന്ന ഒറ്റ വാക്ക് തീരും നിന്റെ ഈ ആവേശം. ഞാനാ പറയുന്നത്. നിന്നെ കാണാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. നിന്റെ നിഴൽ പോലും വീഴാത്തത്ര ദൂരത്തേക്ക് ഒളിച്ചോടി പോയവളാ അർച്ചന. അത് നീ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് വെറുതെ അല്ല. പഴയ അർച്ചനല്ല അവൾ. നിന്റെ മുന്നിൽ ദുർബലയായി അവൾ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. നിന്നെ വഴിതെറ്റിക്കാനല്ല ഞാനീ പറയുന്നത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പൊ നിന്റെ മുഖത്ത് നോക്കി അവൾ നോന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് അവളുടെ മുന്നിലേക്ക് പോകാൻ കഴിയില്ല. അർച്ചനയും ഒത്തൊരു ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ
ഇപ്പൊ എടുത്തു ചാടി പോകാതെ തന്ത്രപരമായി നീങ്ങുകയാണ് വേണ്ടത്.